എല്ലാവർക്കും ബിനിടെക് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബജാജ് പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 40,000 മുതൽ 55 ലക്ഷം രൂപ വരെയാണ് ബജാജ് ഫിൻസേവ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് 12 മുതൽ 96 മാസം കൊണ്ട് തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ബജാജ് പേഴ്സണൽ ലോൺ 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ടേം ലോൺ, ഫ്ലെക്സി ടേം ലോൺ, ഫ്ലെക്സി ഹൈബ്രിഡ് ടേം ലോൺ എന്നിവയാണവ. ഈ പേഴ്സണൽ ലോൺ ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് ഒന്നും തന്നെ ഈട് വെക്കുകയോ ജാമ്യം നിൽക്കേണ്ടതോ ആയ ആവശ്യമില്ല. നമുക്കിനി ഈ ലോണിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏജ് 21 തൊട്ട് 80 വയസ്സ് വരെ. സിബിൽ സ്കോർ 685 ഓർ ഹയർ. കസ്റ്റമർ പ്രൊഫൈൽ സാലറീഡ് ഓർ സെൽഫ് എംപ്ലോയിഡ് വിത്ത് പബ്ലിക്, പ്രൈവറ്റ് ഓർ MNC. ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്: പാൻ കാർഡ്, ആധാർ കാർഡ്, എംപ്ലോയി ID, സാലറി സ്ലിപ്പ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് 10 to 31% പെർ ആനം ആണ്. പ്രോസസ്സിംഗ് ഫീ അപ് ടു 3.93%. ഇതുകൂടാതെ പ്രിൻസിപ്പൽ, ഹോളിഡേ ഫെസിലിറ്റി ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങി കുറച്ച് ചാർജുകൾ കൂടെ ആപ്ലിക്കബിൾ ആണ്. ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബജാജ് ഫിൻസേവ് ആപ്പ് ഓപ്പൺ ചെയ്ത് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP വെരിഫൈ ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇൻകം വെരിഫൈ ചെയ്യുന്നതിനായി ബാങ്ക് ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട്. ഇതിനുശേഷം നിങ്ങളുടെ ലോൺ ഓഫറും ലോൺ സമ്മറിയും കാണാൻ സാധിക്കും. ശേഷം KYC വെരിഫിക്കേഷനാണ്. അത് ഡിജിലോക്കർ വഴിയാണ് ചെയ്യേണ്ടത്. ഫൈനലി ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ കൂടെ ചെയ്യേണ്ടതുണ്ട്. ഇതോടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. ശേഷം ഒരു ബജാജ് ഫിൻസേവ് റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ലോൺ ഡിസ്ബേഴ്സ് ആവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും മറ്റു പലവിധ ചാർജുകളും കൂടുതലായതുകൊണ്ട് തന്നെ ഈ ലോൺ ഞാൻ പേഴ്സണലായി സജസ്റ്റ് ചെയ്യുകയില്ല. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി ഡിസിഷൻ എടുക്കാവുന്നതാണ്.